ഈ സ്നേഹത്തിന് എന്ത് മറുപടിയാണ് പറയാന്ന് എനിക്കറിയാത്തത്. ഇന്നിവിടെ ഈ ഒരു ആവശ്യവുമായി ഈ ഒരു പുസ്തക പ്രകാശനത്തിന് അല്ലെങ്കിൽ എനിക്ക് വാരിക്കോരി സ്നേഹം പൊതിഞ്ഞു തരുന്നതിന് കേരളത്തിന്റെ അത്യുന്നതങ്ങളിൽ നിന്ന് തുടങ്ങി പഴയ നിലയിലുള്ള എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ നൂറുകണക്കിന് ആളുകൾ എന്ന് പറയുമ്പോൾ ഖത്തറിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന്, അങ്ങനെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ, ഇതൊന്നും ഞാൻ വിളിച്ചിട്ടല്ല. എന്തെന്നില്ലാതെ ഞാൻ എങ്ങനെ ഈ സ്നേഹത്തിന് എന്റെ ഇനിയുള്ള ജീവിതം എന്ത് തിരിച്ചു കൊടുത്ത് എങ്ങനെയുള്ള സ്നേഹം കൊടുത്താണ് ഇതിന് ഞാൻ ആളുകളോട് നന്ദി രേഖപ്പെടുത്തുക എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. ഞാൻ ഒരുപാട് ജീവിതത്തിൽ കമ്മിറ്റഡ് ആവേണ്ട ഒരാളായിട്ടുണ്ട്. ഇവിടെ വന്നത് നമുക്കറിയാം, പാണക്കാട് കുടുംബത്തിൽ നിന്ന് 2 or 3 സെയ്തന്മാർ, UDF നിലയിലെ അത്യുന്നത കേരള നിയമസഭാ സ്പീക്കർ, അദ്ദേഹത്തിന് നിന്ന് ആധികാരിക പദവി ആവശ്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ഇവിടെ എത്തി. പ്രിയപ്പെട്ട കുഞ്ഞാപ്പ, മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി, മറ്റ് ജില്ലാ രാഷ്ട്രീയ നേതാക്കൾ, പ്രിയപ്പെട്ട കൃഷ്ണദാസ്, അദ്ദേഹം ഇന്നലെ ഹൈദരാബാദിൽ നിന്നെത്തി കൊച്ചിയിലെത്തി, അവിടെ നിന്ന് കോഴിക്കോട്ട് എത്തിയതാണ് അദ്ദേഹം. അങ്ങനെ എല്ലാ ആളുകളും എന്തോ കഴിഞ്ഞ കാലത്ത് എനിക്കെല്ലാ ആളുകളോടും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇവിടെ പറയുന്ന എനിക്ക് കുടുംബമോ ദൈവമോ തന്ന ചിരിയോ അതല്ല എനിക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതിന്റെ ഭാഗങ്ങളോ ഒക്കെ കൊടുക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യമാണ്. തികച്ചും ഞാൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് കുറച്ച് ടെൻസ്ഡാണ്. ഇപ്പൊ ഇതിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കൈവിട്ടുപോയി എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഹൈപ്പിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ടെൻഷനായിരിക്കുകയായിരുന്നു. കാരണം ഇതിന് കൈരളി ബുക്സിനെയാണ് ആദ്യം പറയുന്നത്. കാരണം ഒരു ദിവസം സജീവ മാഷും കൈരളിയുടെ MD അശോക് കുമാറും ഇങ്ങനെ ഒരു ആവശ്യമായി വരുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത അല്ലെങ്കിൽ പുസ്തകം, ഞാൻ എന്റെ ബയോഗ്രാഫി എഴുതണമെന്നോ ഇനി അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതൊക്കെ ഞാൻ ഹൃദയം കൊണ്ട് തൊട്ട് സംസാരിക്കുക. അപ്പൊ അന്ന് ഞാൻ ദേഷ്യത്തിലാണ് സജീവ മാഷോട് സംസാരിച്ചത്. പിന്നെ ബയോഗ്രാഫി അവിടെ നിൽക്കട്ടെ എന്ന രീതിയിലാണ് കൈരളി ഇങ്ങനെ കുറച്ച് ആളുകൾ, ഇപ്പോ പ്രിയപ്പെട്ട വിനീത കഴിഞ്ഞ 2 വർഷക്കാലം അതൊരു നല്ല അനുഭവമാണ്, കുറച്ച് അധ്വാനമായിരുന്നു. കാരണം ഇങ്ങനെ കേരളത്തിലെ പാണക്കാട് മുതൽ കുഞ്ഞാപ്പ മുതൽ കൃഷ്ണദാസ് സാർ മുതൽ EP മുതൽ അങ്ങനെ എല്ലാ പ്രഗത്ഭരേക്കും, അതായത് ദുബായിൽ പോയി അവിടെയുള്ള ചില ആളുകളെയൊക്കെ OP എടുത്ത് അവരുടെ സമയം കണ്ടെത്തി അവരുടെ സമയത്തിനനുസരിച്ച് പോയിട്ടാണ് ഈ പുസ്തക രൂപത്തിലാക്കുന്നത്. അതിന് വിനീത പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷീഹിത്തും അസ്ലമും സജീവ മാഷും അതുപോലുള്ള എനിക്ക് വേണ്ടപ്പെട്ട കുറച്ചാളുകളൊക്കെ ഒരുപാട് സമയം കണ്ടെത്തി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ പുസ്തകം വന്നപ്പോ ഇതിന്റെ പ്രകാശന കടമത്തിൽ ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും പ്രദർശിപ്പിക്കുകയും അതിന്റെ പ്രകാശനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട്. ഇപ്പോഴത്തെ നവാസ് മോന് വലിയൊരു ഗ്രന്ഥകർത്താവാണ്, ഒരുപാട് പുസ്തകം എഴുതുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇങ്ങനെ വ്യക്തിപരമായ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടന്നിട്ടില്ല കോഴിക്കോട്. ഇങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയും നടക്കുന്നുണ്ടായിട്ടും. കാരണം ഇതിന്റെ സദസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് സംസാരിച്ച പ്രിയപ്പെട്ട പ്രവീണ് ഏറ്റവും ആദ്യത്തെയാണ് കേരളത്തിലെ പ്രബല പാർട്ടിയുടെ എന്ന് മാത്രമല്ല, നമുക്ക് കേരളവും നമ്മുടെ മണ്ഡലവും മറക്കാനാവാത്ത, നമ്മളൊക്കെ എന്നും ഓർക്കുന്ന, നമ്മൾക്ക് മരിച്ചുപോയ PR കുറുപ്പിന്റെ പൗത്രനാണ് അദ്ദേഹം ഏറ്റവും ആദ്യം. അങ്ങനെ ഓരോ ആളുകളും ഇപ്പോ
ഇവിടെ മുമ്പിലിരിക്കുന്ന അബൂബക്കർ യമാനി ബഹ്റൈനിൽ നിന്ന് അദ്ദേഹം 2 ദിവസം കൂടി നിൽക്കേണ്ടത് കട്ട് ചെയ്തു വന്നതാണ്. അങ്ങനെ ഞാൻ ഒരാളെയും പറയുന്നില്ല. പറയാൻ വരുമ്പോ ഇവിടെ KMCCയുടെ ഒരു വലിയ പരിപാടി അവരാദ്യം 3 മണി വെച്ചു, 5 മണി വെച്ചു. അതിൽ വന്ന തങ്ങളും കുഞ്ഞാപ്പിയും ഇടിയും ബാബാസാഹിബും TT ഇസ്മായിൽ തുടങ്ങിയ മുഴുവൻ ആളുകളും പങ്കെടുക്കേണ്ടതാണ്. അപ്പൊ അതൊക്കെ കവർ ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാവരും ഇരുന്ന് ഈ നല്ല വാക്കുകളൊക്കെ പറഞ്ഞപ്പോ ഇപ്പോ അതില് എല്ലാവർക്കും ചിന്തിക്കാം. കാരണം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഒരു സംശുദ്ധമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞതാണ്. അതായത് പറയുന്നതൊക്കെ സത്യന്തമായും സാധിക്കുന്നത് പറയുകയും, അതായത് ഈ സ്നേഹം തുറന്നു കാണിക്കുകയും, അവരെ പറ്റുന്ന ഒരു പ്രയാസമായി വരുന്നില്ല, സാരയില്ല, പരിഹരിക്കാം, നോക്കാം, ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായി കാണുകയൊക്കെ ചെയ്തു എന്നതാണ്. പറഞ്ഞ അത്രയൊക്കെ ഞാനെപ്പോഴും ഭയപ്പെടല്, അതായത് എനിക്ക് പരിഗണിക്കൽ കുറഞ്ഞു പോയോ, ഞാൻ എൻ്റെ അടുത്ത് എത്തിയത് വേണ്ടത്തെ പരിഗണിക്കാൻ സാധിച്ചില്ലേ, കുറെ ആളുകൾ കടന്നു വരുമ്പോ എപ്പോഴും ദേഷ്യം പോലെ തോന്നിപ്പോയോ, എല്ലാവരും കൊതിച്ചത്ര കൊടുക്കാൻ കഴിഞ്ഞോ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പ്രിയപ്പെട്ട റംല ടീച്ചർ ഒരുപാട് 2 or 4 സംഘടനയുടെ പ്രധാന സ്ഥാനത്ത് വഹിക്കുന്ന അവരുടെ നേതൃത്വത്തിൽ ഒരുപാട് നിരവധി സഹോദരിമാർ വന്ന് വീട്ടിലേക്ക് 2 മണിക്കൂർ റൺ ചെയ്ത് പോകുന്നു. അങ്ങനെ ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പോകുമ്പം ഇങ്ങനെ മാത്രം എല്ലാ തലത്തിലുള്ളതും എല്ലാ ഭാഗത്തു നിന്നുള്ളതും എറണാകുളത്ത് നിന്ന് ആളുകളോട് വന്നിട്ടുണ്ട്. ഞാൻ എറണാകുളത്താർക്കും വാട്സപ്പ് അയച്ചിട്ടില്ല. മലപ്പുറത്ത് നിന്ന് എന്റെ